പോസ്റ്റൽ വകുപ്പിന്റെ പാഴ്സൽ സർവീസിനെതിരെ ഗുരുതര ആരോപണം. പാഴ്സലിൽ കേടുപാട് പറ്റിയും പലതും ആളുകളുടെ കൈകളിലെത്തുന്നത്. പലതവണ ആളുകൾ പരാതി പറഞ്ഞിട്ടും പരിഹാരമില്ല. സുരക്ഷിതമായ സാധനങ്ങൾ എത്താൻ ഇൻഷ്യൂർ ചെയ്ത് അയച്ചാൽ പോലും ഒരു രക്ഷയുമില്ല. നിങ്ങൾ വിചാരിക്കും പോസ്റ്റ് ഓഫീസിനെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ എന്തിനാ ഫാൻസി കടയിൽ വന്നത്? വെയിറ്റ്, കാണാം. ഇതൊന്ന് പാക്ക് ചെയ്ത് തന്നെ. ഇതുപോലെ ഭദ്രമായി പൊതിഞ്ഞാണ് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് പാർസൽ അയക്കാൻ പോകുന്നത്. തമ്പാനൂരിലെ RMS പോസ്റ്റ് ഓഫീസിലേക്കാണ് ഈ യാത്ര. ഞാൻ പാർസൽ അയക്കാൻ വേണ്ടിട്ട് വന്നതാ. ഫ്രണ്ടിന്റെ ബർത്ത്ഡേ, അതുകൊണ്ട് കുറച്ച് സാധനം അയച്ചെടുക്കാന്ന് വെച്ച്. ഏതായാലും പാർസൽ അയക്കാൻ വേണ്ടി വന്നതല്ലേ, അപ്പോൾ എനിക്ക് ഒരു അനുഭവം പറയാനുണ്ട്, അതും കൂടി കേൾക്കാമല്ലോ അല്ലേ. 9 കിലോളം അയച്ചിട്ടുള്ള സാധനം അവിടെ റിസീവ് ആയിട്ടുള്ള 4 കിലോനാണ്. അപ്പോൾ ബാക്കി സാധനം കാണാനില്ല. അപ്പോൾ എവിടെ പോയെന്ന് വെച്ചാൽ അപ്പോൾ അവർ കൈമലർത്തുകയാണ്. പിന്നെ നമ്മൾ അന്വേഷിക്കാം. ഈ ഒരു വാക്ക് തന്നെയാണ് എപ്പോഴും കേട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ നിരന്തരം ഈ സാധനം അവിടെ വീട്ടിലത്തേക്ക് എത്തുമ്പോൾ ഒന്നുകിൽ എലി കടിച്ചിട്ട് ബാക്കി ഒന്നുകിൽ അവർ ഡാമേജ് എന്ന് മാത്രം. ഉണ്ടല്ലോ, എല്ലാം ഉണ്ട്. ഇനി അല്പം ദൃശ്യങ്ങൾ സംസാരിക്കട്ടെ. ഇത് തിരുവനന്തപുരത്ത് നിന്ന് വിവിധ ജില്ലകളിൽ വളരെ ഭദ്രമായി ഇൻഷൂർ ചെയ്തയച്ച പാർസലുകളാണ്. അധികൃതരെ ഇതൊന്ന് കണ്ണു തുറന്ന് കാണുക. കുഞ്ഞുങ്ങൾക്ക് നൽകാൻ മലപ്പുറം സ്വദേശി വാങ്ങിയ ഡ്രൈ ഫ്രൂട്ട്സ് വീട്ടിലേക്കെത്തിയത് എലി കടിച്ചു കീറിയ നിലയിൽ. ആലപ്പുഴയിലേക്ക് അയച്ചതിൽ പാതി കാണാനില്ല. കണ്ണൂരിലേക്ക് അയച്ച പാർസൽ ഇങ്ങനെ വലിച്ചു കീറിയ നിലയിലാണുള്ളത്. തൃശൂരും പാലക്കാടും എത്തിയ പാർസലുകൾക്കും അതേ ഗതി തന്നെ. ഇനി പറയൂ, എങ്ങനെയാണ് ഇനി സാധാരണക്കാർക്ക് പോസ്റ്റ് ഓഫീസ് വഴിയുള്ള പാർസൽ സർവീസിനെ കണ്ണടച്ച് വിശ്വസിക്കാൻ സാധിക്കുക? ഇത് ഇയാളുടെ മാത്രം പ്രശ്നമല്ല. കഴിഞ്ഞ 2 വർഷത്തിനിടെ ആയിരക്കണക്കിന് ആളുകളാണ് പരാതിയുമായി എത്തിയത്. പല പോസ്റ്റ് ഓഫീസിൽ നിന്ന് സാധനം വീടുകളിലേക്ക് എത്തിക്കുന്നില്ല. അവർ കസ്റ്റമേഴ്സിനെ വിളിച്ച് പോസ്റ്റ് ഓഫീസിൽ വന്ന് കളക്ട് ചെയ്യണമെന്ന് പറയുന്നു. പക്ഷേ ഇതിനനുസരിച്ചുള്ള കൃത്യമായ രൂപത്തിലുള്ള പൈസ അവർ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ വാങ്ങിക്കുന്ന പൈസക്ക് അതിൻ്റെ കൃത്യതയോടെ അതിൻ്റെ ഉത്തരവാദിത്തത്തോടു കൂടി അത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, മോഷണം പോലും പതിവായിരിക്കുന്നു എന്നുള്ളത് ഗുരുതരമായി അനുഭവിച്ച ഒരാളാണ് ഞാൻ. കാര്യം തിരക്കി ഞങ്ങൾ നേരെ പോസ്റ്റ് ഓഫീസ് അധികൃതരുടെ അരികിലെത്തി. അവർ പറയുന്നത് ഇങ്ങനെയാണ്: കൃത്യമായ പരാതികൾ ലഭിച്ചിട്ടുണ്ട്, ചിലതിൽ അന്വേഷിക്കുന്നുണ്ട്. ഇനി പരാതി കിട്ടിയാൽ കൃത്യമായ നടപടിയെടുക്കുമെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി. ഈ ജനുവരി 1 മുതൽ 20 വരെ 60,000 പാർസലുകളാണ് തലസ്ഥാനത്തെ പോസ്റ്റ് ഓഫീസുകൾ വഴി വിവിധ ജില്ലകളിലേക്ക് അയച്ചത്. എന്തായാലും ഈ പാർസൽ ഞാൻ കാസർഗോഡേക്ക് അയക്കുകയാണ്. ഇതിനി ഏത് വിധത്തിൽ എത്തുമെന്ന് നമുക്ക് 3 ദിവസത്തിന് ശേഷം അറിയാം. വാങ്ങുന്ന ശമ്പളത്തിന് കൃത്യമായി ജോലി ചെയ്യുക എന്ന് പറയുന്നത് ഓരോ ഉദ്യോഗസ്ഥന്റെയും ഉത്തരവാദിത്തമാണ്. എലി കടിച്ചതും പാതി നഷ്ടപ്പെട്ടതുമായിട്ടുള്ള പാർസലുകൾ സ്വീകരിക്കുന്ന ഓരോരുത്തരുടെയും അവസ്ഥയാണ് റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അധികാരികൾ കണ്ണു തുറന്നു തന്നെ കാണുക. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ അഞ്ജു ജയപ്രകാശ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.